ഹായ് വിനയ്സാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പ്രൊഡക്റ്റ് വീഡിയോ. എല്ലാവരും ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു കല്ല് വൈറ്റ് കാറ്റഗറിപ്പെട്ട കല്ലാണ്. അപ്പോൾ അതിനകത്തുപ്പെട്ട ഏറ്റവും ഹാർഡായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈന് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വീട് പണിയോ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും ഉപകാരപ്രദമാകും. ഇതിനകത്തുള്ള ഒരൊറ്റ വീഡിയോ പോലും ഞങ്ങൾ ജസ്റ്റ് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നില്ല. ഒക്കെ എല്ലാം നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ വൈറ്റ് കാറ്റഗറിപ്പെട്ട കല്ലുകളിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിന്റെ കല്ലിന്റെ ഹാർഡ്നെസ്, അതുപോലെ തന്നെ അതിന്റെ ഫില്ലിങ്, അതിന്റെ പൊസിഷൻ, കാര്യങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം പെട്ട ഏറ്റവും നല്ല ഹാർഡായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ലോട്ടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അരുണ കാറ്റഗറിപ്പെട്ട കല്ലാണ്. ക്രോസ് പാറ്റേൺ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, നല്ല വൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ ആ കല്ല് എനിക്ക് ലോട്ട് വന്ന സമയത്ത് പോളിഷ്ഡ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഷോപ്പിനകത്ത് വെച്ചിട്ട് തന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാനത് പോളിഷ് ചെയ്തെടുത്തു. 2 പീസുകൾ വെച്ച് പോളിഷ് ചെയ്തെടുത്ത്. അപ്പോൾ അതിന്റെ എങ്ങനെയുണ്ട് അതിന്റെ പോളിഷിങ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അത് ചെയ്തത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് കാണുന്നത്. അത് സക്സസ് ആയി, നല്ല ഫിനിഷിങ് കാര്യങ്ങളുള്ള ഒരു കല്ലാണ്. അപ്പോൾ ആ ലൈവ് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്ത് തരാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് ഷോപ്പിൽ വന്നോളൂ, വിളിച്ചോളൂ. മെറ്റീരിയൽ ഉണ്ട്, ഏകദേശം 1500 സ്ക്വയർ ഫീറ്റോളം മെറ്റീരിയൽ ഉണ്ട്. തീർച്ചയായും എനിക്ക് ഇഷ്ടപ്പെടും കല്ല്. ഞാൻ ഇതിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനു മുന്നേ ഈ ഒരു പാറ്റേണിൽപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ലിങ്കോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം, അതുപോലെ ആ ലിങ്കിനകത്ത് ആഡ് ചെയ്ത് തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എനിക്ക് ആ വീഡിയോയും കാണാൻ പറ്റും. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഷോറൂമിൽ വന്നാൽ മതി. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ സൈസും സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിലയും ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. കാരണം വിലയ്ക്ക് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓരോ ദിവസം വരുന്ന കല്ലുകൾക്കും വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വില അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഏറ്റവും നല്ലത് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഷോറൂമിൽ വിളിക്കാനുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കല്ലാണ് ഞാൻ പറഞ്ഞ ക്രോസ് പാറ്റേണിൽപ്പെട്ട കല്ല്. അത്യാവശ്യം നല്ല വൈഡ്നെസ് ഉള്ള മെറ്റീരിയലാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം സ്ക്വയർ ടൈപ്പ് ആണ് മെറ്റീരിയൽ. പാറ്റേൺ ക്രോസ് ആണ്, ഡയമണ്ട് ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത്. ഇത് ഞാനിപ്പോൾ പോളിഷ് ചെയ്ത് വെച്ച ഉടനെ എടുത്ത ഫോട്ടോ ആണ്. അതിന്റെ വീഡിയോയും കാര്യങ്ങളാണിത്. ഇത് 2 സ്ലാബ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കാൻ. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ 2 സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിസൈൻ കാര്യങ്ങൾ. ഈ 2 സ്ലാബ് ഞാനിപ്പോൾ പോളിഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് എന്റെ ഷോപ്പിൽ വെച്ചിട്ട് സൂര്യ പോളിഷിങ് വെച്ചെന്നുള്ള ഇത് വെച്ചിട്ട് പോളിഷ് ചെയ്താണ്. 1 കോട്ട് അപ്പോക്സി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ എല്ലാ കല്ലുകൾക്കും നമുക്ക് അപ്പോക്സി ഒരു കോട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ചെറിയ പിൻ ഹോൾസോ കാര്യങ്ങളുണ്ടെങ്കിൽ അവ പാക്ക് ചെയ്ത് പോയിക്കോളും. അതുപോലെ തന്നെ നമുക്ക് മറ്റ് നേരെ സാധാ പോളിഷിനേക്കാളും കൂടുതൽ ഡബിൾ ഗ്ലേസിങ് തന്നെ നമുക്ക് തോന്നിക്കും. പിന്നെ ഈ കല്ല് പ്രത്യേകം പറയുകയാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഹാർഡായിട്ട് മെറ്റീരിയൽ, അതുകൊണ്ട് തന്നെ ചളി പിടിക്കലിന്റെ ബാക്കിയുള്ള കല്ലിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഫില്ലിങ്ങും ഇല്ലാന്ന് തന്നെ പറയാം. ചില കേസിൽ ചിലപ്പോൾ 0.55%ഓ 1% ഫില്ലിങ് വരാൻ സാധ്യതയുണ്ട്. അത് നാച്ചുറൽ മെറ്റീരിയൽസിന്റെ പ്രത്യേകതയാണ്. 100% നമുക്ക് ഇതിനകത്ത് ഫില്ലിംഗ് ഇല്ലെന്ന് പറഞ്ഞാൽ ചില കേസിൽ ചെടുക്കും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കല്ലുകൾപ്പെട്ട ഒന്നാണിത്. ഒരുപാട് ഹോം ടൂറുകൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തരാം. നമ്മൾ ഇതിന്റെ സൈസ് ജസ്റ്റ് നോക്കുകയാണ്. ഏകദേശം 4 ഫീറ്റ് ആണ് ഇതിനകത്ത് വീതി വരുന്നത്. നീളം വരുന്നത് ഏകദേശം 6.5 അടിയോളം നീളവും വരുന്നുണ്ട്. അത്യാവശ്യം വലിയ സ്ലാബാണ്. ഒരു വീടിനകത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സൈസാണ്. ഇതിന്റെ ഇതേ സെയിം മെറ്റീരിയൽ, ഇതേ സൈസും വരുന്ന മെറ്റീരിയൽ ഞാൻ ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ജസ്റ്റ് ആഡ് ചെയ്തരാം. എന്റെ ഷോറൂമിന്റെ അടുത്ത് തന്നെയാണ്, കോലാർ എന്നുള്ള സ്ഥലത്ത്, മലപ്പുറം കോലാർ എന്നുള്ള സ്ഥലത്ത് ചെയ്തൊരു വീടിന്റെ ഒരു വർക്ക് ഞാൻ എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്തരാം. ഇങ്ങനെയുള്ള കല്ലുകൾ ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് സിമെന്റ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു കോട്ട് അപ്പോക്സി, ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്ത പോലെ തന്നെ ഒരു കോട്ട് അപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബെനിഫിറ്റ്, അതിന്റെ ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡബിൾ ആയിട്ട് തന്നെ തോന്നിക്കും.
പിന്നെ ഏത് കല്ലാണെങ്കിലും ചില കേസിൽ നമുക്ക് വിരിച്ചു വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫില്ലിങ്ങും കാര്യങ്ങളും ഫില്ലിംഗ് അല്ല ക്രാക്കുകൾ ചില സൈസിൽ വരാറുണ്ട്. വർക്കേഴ്സിന്റെ സൈസ് പണിയെടുക്കുമ്പോഴുള്ള മാറ്റങ്ങളിലോ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ വരാറുണ്ട്. അതും കൂടെ പാക്ക് ആയി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോക്സി യൂസ് ചെയ്യുന്നത് പറയുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട് കല്ല് കണ്ടപ്പോഴൊന്നും ഫില്ലിംഗ് ഒന്നും ഇല്ലെങ്കിൽ വിരിച്ചു വന്നപ്പോൾ ചെറിയ രീതിയിൽ ഫില്ലിംഗ്. അത് പണിയിൽ വരുന്ന ചെറിയ അപാകതകളിലോ ആയിരിക്കണം എന്നില്ല. ചില കേസിൽ അത് മോട്ടർ അടിക്കുന്ന സമയത്തുള്ള വൈബ്രേഷൻ കൊണ്ടോ കാര്യങ്ങളൊക്കെ വരാം, പല രീതിയിലും വരാം. ഇപ്പൊ ഈ കാണുന്നത് നിങ്ങൾ ഫുൾ ലോട്ടാണ്, ഇതിന്റെ ഫുൾ ലോട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് അടുത്തോളം മെറ്റീരിയൽ ഉണ്ട്. നമ്മുടെ ഷോറൂം വരുന്നത് ടോസ്കാന മാർബിൾസ് മലപ്പുറം ബൈപ്പാസ് റോഡിലാണ് ഷോറൂം വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഞങ്ങളിപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഷോറൂമിൽ നേരിട്ട് വന്നാൽ മതി. പുതിയ വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വീഡിയോസ് ഇതുപോലത്തെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മളിൽ അവൈലബിൾ ആണ്. ഇതിലും വലിയ സ്ലാബുള്ള ക്രോസ് പാറ്റേൺ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.